ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് ഞാൻ ന്യൂസ് മാളിലാണ് വന്നിരിക്കുന്നത്. പപ്പ പറഞ്ഞു PA1 എക്സാമിൽ 90% മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ചു തരുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അപ്പോൾ എനിക്ക് PA1 എക്സാമിൽ 90% മാർക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവന്യൂസ് മാളിലാണ് വന്നിരിക്കുന്നത്. ഡെക്കാത്ലോണിൽ ഒരു സ്കിപ്പിംഗ് റോപ്പ് ഞങ്ങൾ അന്ന് പോയപ്പോൾ കണ്ട് ഒരു ബ്രൗൺ കളറിൽ പോയിട്ട് അത് വാങ്ങിക്കാനാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇപ്പോൾ ചെറുതായപ്പോൾ വേദുവിന് കൊടുത്തു. നമ്മൾ അവന്യൂസ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ അവന്യൂസ് മാൾ എത്തിയിട്ടുണ്ട്. ഞാനും വേദും പപ്പയും കൂടി നടക്കണം കേട്ടോ. നമ്മൾ അവന്യൂസ് മാളിലെ ഡെക്കാത്ലോണിലാണ് നമുക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്ക് കയറാം. നേരെ കാണുന്നതാണ് സ്കേറ്റിംഗ് ഷൂവിൻ്റെ സെക്ഷൻ. എനിക്ക് സ്കേറ്റിംഗ് ഷൂ ഓടിക്കാൻ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ സ്കേറ്റിംഗ് ഷൂ ഓടിച്ചു, ട്രൈ ചെയ്തു, കുഴപ്പമില്ലാണ്ട് പോയി. നാട്ടിൽ എനിക്ക് ഒരു സ്കേറ്റിംഗ് ഷൂ ഉണ്ട്, പക്ഷേ അത് നല്ല ടൈറ്റായിട്ട് ഇപ്പോൾ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഇനി പപ്പോട് പറയണം വാങ്ങിച്ചു തരാൻ. ഇപ്പം എന്തായാലും സ്കേറ്റിംഗ് ഷൂസ് ഒന്നും വാങ്ങിക്കണില്ല. ഇനി കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നുള്ളൂ. ഇവിടെ ബോളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തട്ടി കളിക്കുകയാണ്. ബാസ്കറ്റ് ബോൾ ചെറുതാണ്. ഇവിടെ സ്വിമ്മിങ് സൂട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് സ്വിമ്മിങ് സൂട്ട് വാങ്ങിച്ചത്. വേദ് ഇവിടെ ബാസ്കറ്റ് ബോൾ കൊണ്ടൊക്കെ കളിക്കുകയാണ്. വേദ് ഇവിടെ എപ്പോൾ വന്നാലും ബോളാണ് എടുക്കാറ്. അവൾക്ക് നല്ല ഇഷ്ടമാണ് ബോള്. പിന്നെ ഇവിടെ നല്ല ഷൂവിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സ്കിപ്പിംഗ് റോപ്പിൻ്റെ സെക്ഷനിലേക്കാണ് പോണത്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഫുട്ബോൾ ഷൂസൊക്കെ ഉണ്ട്. എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. വേദ് ഇവിടെ ത്രെഡ്മില്ലൊക്കെ കയറി നോക്കുകയാണ്. അത് വർക്കാവാത്ത കാരണം അവള് വേറെ മെഷീനിലേക്ക് പോവാണ്. സൈക്കിൾ ചവിട്ടുന്ന സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടുന്ന സാധനം എന്നാണ് പറയുന്നത്. അത് അവൾ അതുമ്മ കയറിയുണ്ട്. അവളത് ചവിട്ടിയപ്പോൾ ബാക്കിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കണേ. അവൾക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്തിട്ട് സാധനം എങ്ങനെ ഓടിക്കണ്ടേന്നൊന്നും. എന്നാലും അവൾ ബാക്കിലേക്കാണ്. അവൾ റിവേഴ്സാണ് അവൾ ചവിട്ടിക്കൊണ്ടിരിക്കണേ. അവൾക്ക് എന്തായാലും അത് ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ അവൾ ഫ്രണ്ടിലേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സ്കിപ്പിംഗ് റോപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കിപ്പിംഗ് റോപ്പ്. അപ്പം ഞാൻ ഒന്ന് ചാടി നോക്കി. ഇതൊക്കെ ഇരുന്നിട്ടും എക്സസൈസ് ചെയ്യാനുള്ള മെഷീൻസാണ്. ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കട്ടെ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇത് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. ഇതെല്ലാതും ഒരേ സൈസാണ്. ഇത് എനിക്ക് മനസ്സിലായില്ല. ഇത് മുള്ളമ്മന്നീൻ്റെ മുള്ളു പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം അമ്മ എടുത്ത് നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായില്ല ഇത് എന്തിട്ടാന്ന്. നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ പേര് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വേദ ഇവിടെ സൈക്കിൾ ചവിട്ടാണ്. ഞങ്ങൾ വേറെ സാധനത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കണില്ല. അവൾ ഇതിൽ തന്നെ കയറണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വേദ എന്തിനീ കുറേ നേരം ഇത് ചവിട്ടിക്കൊണ്ടിരിക്കണേന്ന് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ അവൾ പറയുകയാണ് ഇത് ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചവിട്ടണേന്ന് പറഞ്ഞു. ഞങ്ങൾ ബോക്സിങ്ങിന് ട്രൈ ചെയ്തതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ വേദ അവിടെ ചവിട്ടട്ടെ, ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യട്ടെ. എൻ്റെ പാവാട ഇട്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. പാൻറ് അല്ലെങ്കിൽ ഒരു ട്രൗസർ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. വേദ നിർത്തിയിട്ടില്ല. കുറേ നേരമായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ. കുറച്ച് ക്ലോസ് ആക്കിയിട്ട് കാണിച്ചു തരാം. വേദുവിന് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ അതും തന്നെ ചവിട്ടിക്കൊണ്ടിരിക്കണേ. വേറൊരു മെഷീനും വർക്കാവാത്ത കാരണമാണ് അവൾ അതിൽ മാത്രം ചവിട്ടിക്കിരിക്കണേ.
അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്കിപ്പിംഗ് റോപ്പ്. പപ്പ ഇത് വാങ്ങിച്ചു തന്നോട്ടാ എനിക്ക്. ഞാൻ ഇത് കുറച്ചും കൂടി ക്ലോസ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് സൺസ്ക്രീമൊക്കെ ഉണ്ട്, ഞാനത് ട്രൈ ചെയ്യാണ്. നല്ല മണമാണ് ഇതിന്, ക്യാരറ്റിൻ്റെ ആണ്. നല്ല മണം കണ്ടിട്ട് അമ്മയ്ക്ക് ഇത് സ്മെല്ല് ചെയ്യാൻ കിടക്കാണ്. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്. വേദു ഇവിടെ ഒരു സ്വിമ്മിങ് ഗൂഗിൾസ് എടുത്ത് വന്നേക്കാണ്. എന്നിട്ട് വേദു പറയാ ഇത് പൊളിച്ചിട്ട് എനിക്ക് ഇട്ടായോ ഇതുപോലെ ഇരിക്കുന്നു. അതവിടെ വെക്കാൻ പറഞ്ഞപ്പോൾ അവള് വെക്കണില്ല, സമ്മതിക്കണില്ല. അവിടെ ഒരു പൂളുണ്ട്, ആ പൂളിൽ അതിട്ടിട്ട് കയറണമെന്ന് വെള്ളം നിറച്ച് കയറണമെന്ന് പറഞ്ഞിട്ട് അവള് വാശി പിടിക്കുകയാണ്. അവിടേക്ക് പോയപ്പോൾ വേറെ ബോട്ട് കണ്ടു. അപ്പം ആ ഗൂഗിൾസ് അവിടെ വെച്ചിട്ട് അതിൽ കയറണമെന്ന് പറയാണ്. അവിടെ ഷൂ ഒക്കെ ഊരിയിട്ട് കയറാൻ നിൽക്കുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അതിൽ കയറണ്ടാന്ന്. ഈ സ്വിമ്മിങ് പൂളിലേക്കാണ് അവൾ കയറണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ വെള്ളമില്ല. ഇതവിടെ ഷോ ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചു. ഇത് ഞങ്ങളുടെ റൂം അതിൽ കയറ്റി വയ്ക്കാൻ പറ്റും, അതിനത്ര വീതി ഉണ്ടായില്ലേ. വേദൊരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അടുത്തത് അവൾ കണ്ടത് ടേബിൾ ടെന്നീസിന് ബാറ്റും ബോളും ആണ്. അതവൾ കളിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. ഇവിടെ നല്ല സൈക്കിളിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അവൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അവളവിടെ വേറെ എന്തൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ട്. നിന്നിട്ട് ഓടിക്കുന്ന സൈക്കിളാണ് അവൾ എടുത്തത്. പക്ഷെ അതവിടെ പാർട്സ് ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അതോടെ ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഉള്ള സൈക്കിൾസ് ഉണ്ട്. വേദു അത് പറ്റാണ്ടായപ്പോൾ തിരിച്ചെടുത്ത് വയ്ക്കുകയാണ്. പിന്നെ അവൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞാൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. ഞാനും വേദു അവിടെ തുറന്നിട്ടേക്കായിരുന്നു. ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോഴേക്കും അവൾ പോയി. അവൾ പോയത് ഷൂ ഊരാനാണ്. ഞാൻ വിചാരിച്ച് വേറെ സ്ഥലത്തേക്ക് അവൾ പോവുണ്ടേന്ന്. ഷൂ ഊരിയിട്ട് കയറിയിരിക്കാനുള്ള പരിപാടിയിലാണ് അവള്. അമ്മ ചീത്ത പറഞ്ഞപ്പോൾ അവള് കയറിയില്ല. വേദു ഇങ്ങനത്തെ അല്ലേ മേടിക്കാന്ന് പറഞ്ഞ വേദു? അതെ, വേറെ കളറാ? അല്ല ഇരുന്നേ നോക്കട്ടെ. ഇരുന്നോ? ഇല്ല, ചാരി ഇരുന്നോ? ചാരി ഇരിക്കേ, നേരെ ഇരിക്കേ. ആ അങ്ങനെ ഇരിക്കേ. ഇരുന്നോ? വീടില്ലടാ, ഇരിക്കേ കേറിയിരിക്കേ. എന്നാ വേണ്ട, കേറിക്കോ. ചെരുപ്പൂരണ്ട. അവൾക്ക് ഷൂ ഊരിയിട്ട് ടെന്റിന്റെ ഉള്ളിൽ കയറണം, അതാണ് അവളുടെ മനസ്സിലുള്ളത്. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ഇവിടെ നല്ല ക്യാപ്പുകളൊക്കെ ഉണ്ട്. ഞാനും വേദ ഇവിടെ ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ എൻ്റെ കയ്യിൽ കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോവാം. വേദ അവിടെ ബോളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പപ്പ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പപ്പ ഞങ്ങൾ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അത്ര വില കൂടുതൽ സാധനങ്ങളൊന്നും ഞങ്ങൾ പപ്പേൻ്റെ അടുത്ത് പറയാറില്ല. വില കുറഞ്ഞ സാധനങ്ങളുടെ മാത്രമേ ഞങ്ങൾ പപ്പയുടെ അടുത്ത് പറയാറുള്ളൂ. അങ്ങനെ പപ്പേനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ല. സ്കിപ്പിംഗ് റോപ്പിന് 1KD ആയിട്ടുള്ളൂ. വാങ്ങിച്ചെന്ന ഗിഫ്റ്റായിട്ട് ഞങ്ങൾ പോവാണ്. അവന്യൂസ് മാൾ എക്സ്പ്ലോർ ചെയ്ത വീഡിയോ ഞങ്ങൾ പിന്നീട് ഇടാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.